എല്ലാവർക്കും നമസ്കാരം. ചില പ്രത്യേകതരം സസ്യങ്ങൾ വീടുകളിൽ വിൽക്കുന്നതും പരിപാലിക്കുന്നതും ശുഭകരമാണ്. ഇങ്ങനെയുള്ള സസ്യങ്ങൾ വീടുകളിൽ വളരുന്നതിലൂടെ വീട്ടിൽ ഉയർച്ചയും സൗഭാഗ്യവും ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ദൈവികപരമായും വാസ്തുശാസ്ത്രപരമായും വളരെ ഗുണകാര്യങ്ങൾ ഗൃഹത്തിൽ ഉണ്ടാകാൻ സഹായകരമായ സസ്യമാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം പ്രധാനമായും നീല, വെള്ള എന്നീ നിറത്തിലാണ് കാണപ്പെടുന്നത്. നീല ശംഖുപുഷ്പം ഹൈന്ദവ വിശ്വാസപ്രകാരം ദേവീ ദേവന്മാരെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിഷ്ണു, ശിവൻ, ശനി, ശാസ്താവ്, ദുർഗ, ലക്ഷ്മി എന്നീ ദേവീ ദേവന്മാരുടെ അനുഗ്രഹവും നമ്മളുടെ ഗൃഹത്തിൽ ഉണ്ടാകും. വിളക്കു വയ്ക്കുവാനോ ക്ഷേത്രത്തിൽ സമർപ്പിക്കുവാനോ മറ്റു പൂജാതി കർമ്മങ്ങൾക്കോ പ്രാർത്ഥനകൾക്കോ മാത്രമായാണ് നമ്മൾ ശംഖുപുഷ്പം ഉപയോഗിക്കുന്നത്. ശാസ്താവിന് ശംഖുപുഷ്പം സമർപ്പിച്ചാൽ ശനിദോഷ ശമനമാണ് ഫലം. ഈ പുഷ്പം വളരുന്ന വീടുകളിൽ നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരാനും ഈശ്വരാധീനം നിലനിർത്താനും സാധിക്കും എന്നാണ് വിശ്വാസം. എന്നാൽ ഇവ നട്ടുവളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാഗ്യത്തിന് പകരം ചിലപ്പോൾ നിർഭാഗ്യമായിരിക്കും നമ്മെ തേടിയെത്തുന്നത്. അത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ദൈവപ്രീതികൾ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം. നല്ല രീതിയിൽ പരിപാലിക്കപ്പെട്ട് വളരുന്ന വീടുകളിൽ ഐശ്വര്യം, ഭാഗ്യം എന്നിവ വർദ്ധിക്കും. വടക്ക് കിഴക്ക് ദിശയാണ് ശംഖുപുഷ്പം നട്ടുവളർത്താൻ ഏറ്റവും ഉത്തമമായ ദിശ. തന്നെ കിളിർത്തു വരുന്നതല്ലാതെ ഒരു കാരണവശാലും നമ്മൾ തെക്ക് പടിഞ്ഞാറ് ദിശകളിൽ ശംഖുപുഷ്പം നട്ടുവളർത്തുന്നത് ഉത്തമമല്ല. ഈ ചെടിയുടെ അടുത്ത് മുൾച്ചെടിയോ സുഗന്ധമില്ലാത്ത മുരടിച്ച ചെടികളോ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റണം. ഇല്ലെങ്കിൽ കടം, ധനനഷ്ടം എന്നിവയാണ് ഫലം. ശംഖുപുഷ്പം നട്ടു വളർത്തുമ്പോൾ എപ്പോഴും ഒറ്റ സംഖ്യയുള്ള തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പൂക്കൾ വിരിയുന്നതിൽ പ്രശ്നമില്ല. നിർബന്ധമായും ഈ ചെടികൾ എല്ലാവരുടെയും ഗൃഹത്തിൽ വളർത്തേണ്ട ഒന്ന് തന്നെയാണ്. വൃത്തിയുള്ള സ്ഥലത്ത് നട്ടു വളർത്തിയില്ലെങ്കിൽ നെഗറ്റീവ് എനർജിയാണ് ഫലം. അഴുക്കുവെള്ളം ഉപയോഗിച്ച് നനയ്ക്കാനോ ചെടിയുടെ അടുത്ത് അഴുക്കുവെള്ളം കെട്ടിക്കിടക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇത് ഭാഗ്യത്തെ കുറയ്ക്കും. ഈ സസ്യങ്ങൾ വളരുന്നിടത്ത് തീയിടാൻ പാടില്ല. ഇത് രോഗങ്ങൾ ഉണ്ടാക്കാനും മാറിയ രോഗങ്ങൾ വീണ്ടും ഉണ്ടാകാനും ഇടയാകും. വീട്ടിലെ ഗൃഹനാഥയ്ക്ക് മാനസിക സങ്കടവും സാമ്പത്തിക ബുദ്ധിമുട്ടും ആശുപത്രിവാസം എന്നിവയ്ക്ക് കാരണമാകും. ശംഖുപുഷ്പം ഒരു ഔഷധ സസ്യം കൂടെയാണ്. ഇത് ധാരാളം ആന്റി ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിനും നല്ലതാണ്. വിഷരോഗ ചികിത്സയ്ക്ക് ശംഖുപുഷ്പത്തിന്റെ വേരുകൾ ഉപയോഗിച്ചു വരുന്നു. നമ്മൾ ഈ ചെടി വളർത്തേണ്ട രീതിയിൽ നട്ടു പരിപാലിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള സുഖവും സന്തോഷവും ഉണ്ടാകും. Thank you for watching.